വെൽക്കം ബാക്ക് ടു ഹാഫ് മല്ലു ചാനൽ. സോ ഇന്ന് എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഈദ് മേക്കപ്പ് വ്ലോഗ്, അതിൻ്റെ കൂടെ ഫാമിലിൻ്റെ ഒപ്പം നന്നായിട്ട് ഇന്ന് ഈദ് സെലിബ്രേറ്റ് ചെയ്യുന്ന വ്ലോഗ് കൂടിയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൊടുക്കുമ്പോൾ തന്നെ എല്ലാവരും വീട്ടിൽ കുളിച്ചിട്ട് നേരെ പള്ളിക്ക് പോയിട്ടുണ്ട്. കുട്ടികൾക്ക് ചുടുചുടു വെള്ളത്തിൽ നല്ലോണം കുളിപ്പിച്ചിട്ട് ഇന്ന് പുതിയ ഡ്രസ്സ് ഇടാണ്. എന്നാലെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും വലിയ ഹാപ്പിയാണ്. ഫസ്റ്റ് മോൻ്റെ റെഡിയാക്കാണ്. ഈദിക്ക് എടുത്ത ഡ്രസ്സ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ എൻ്റെ വലിയ മോനിക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ അവനക്ക് ഫ്രീക്കോൺ സ്റ്റൈലിൽ ഒരു ഹെയർ വയ്ക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് അവനക്ക് രസമായിട്ട് പിടിക്കാത്തത് കൊണ്ട് ഞാൻ നോർമൽ ഹെയർ ആക്കി. കുട്ടികൾക്കാണെങ്കിൽ അട്രാക്ഷൻ കൂടുതലാണ് ഹെയർ സ്റ്റൈൽ, അതായത് ബോയ്സിന് പൊതുവെയാണ്. കഴിഞ്ഞ വർഷം അവനക്ക് ഫ്രീക്കൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ സ്കൂളിൽ അലൗഡ് അല്ല. ചരി കാണിക്കില്ലല്ലോ, ചരി കാണിക്കില്ല, നമുക്ക് പോണണ്ടേ. എന്താ ಇವ್ನಿ ಫಸ್ಟ್ ಟೈಮ್ ಶರ್ಟ್ ಹಿಂಗೆ ಹೊಸದಾಗಿ ತೆಗ್ದಿರೋದು, ಇದು ಫಸ್ಟ್ ಟೈಮ್ ಆಗಿತ್ತು. ഞാൻ പോണിട്ട് പൊട്ടിച്ചില്ലല്ലോ. ഇല്ല പൊട്ടിച്ച. അമ്മനെ ഇഷ്ടം നിനക്ക്? ഇഷ്ടം അമ്മനെ? ശരിക്കും എനിക്ക് ഡ്രസ്സ് ഇട്ട് ചെറിയ മോൻക്കാണെങ്കിൽ ഡ്രസ്സ് ഇടുന്നേ പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷമാണ്. അവന്റെ വിചാരം പുറത്തു പോകുന്നതാണ് പുതിയ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്ന്. ചെറിയ മോൻക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത ശേഷമാണ് ഞാൻ ഡ്രസ്സൊക്കെ ഇടുന്നത്. എന്തായാലും ഡ്രസ്സൊക്കെ വിയർ ചെയ്ത ശേഷം ഉമ്മ ഷോപ്പിൽ നിന്ന് ഐസ്ക്രീം ഒക്കെ കൊണ്ടുവരും. പെരുന്നാളെന്ന് പറഞ്ഞാലും മതി പെട്ടെന്ന് ഓർമ്മ വരുന്നത് കുട്ടികൾക്ക് ഐസ്ക്രീമാണ്. അപ്പൊ എല്ലാ ഇയറും ഐസ്ക്രീം കൊണ്ടുവരും, അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇത് അവൻക്ക് വാങ്ങിയ സിമ്പിൾ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഇതും കാണിച്ചിട്ടുണ്ട് ഡ്രസ്സ്, പക്ഷെ ഇന്നലെ വിയർ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. അവനക്ക് വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അവനാണെങ്കിൽ വിചാരിച്ചത് പുറത്തു പോവാണെന്ന്. സോ ഇന്ന് കുറച്ച് ഞാൻ പുറത്ത് അവരെ സിറ്റി സെന്റർ മോളിൽ കൂട്ടി പോകും. ഈദ് മുബാറക് ഫ്രണ്ട്സ്, ഈദ് മുബാറക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഞാനും റെഡി ആവുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഞാൻ ഗ്രേ കളറുള്ള ലെൻസാണ് വിയർ ചെയ്യുന്നത്. ലെൻസ് വിയർ ചെയ്താൽ ഞാൻ ഐലാഷ് ഒന്നും ഇടാറില്ല. സോ ഓവറായിട്ടാണ് മേക്കപ്പ് ചെയ്ത പോലെ കാണും. ഞാൻ ഫേസൊക്കെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ലാക്മി 925 ഫൗണ്ടേഷൻ ആണ്. ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഡാർക്ക് സർക്കിൾ ഹൈഡ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഫേസിൽ ഓപ്പൺ പോർസ് ഒക്കെ ഉള്ളവർക്ക് ഫുൾ കവറേജ് ചെയ്യാനും ഈ ഒരു മസ്കാര എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് ഐവറി ഫെയർ ആണ്. സോ എനിക്ക് ഇത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ. പിന്നെ ലൈറ്റ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഹൈ ഷാഡോ യൂസ് ചെയ്യുന്നത്. ഒരു ഡാർക്ക് ബ്ലാക്ക് ഷിമ്മറിയാണ് ഞാൻ ഇവിടെ സൈഡിലിട്ട് കൊടുക്കുന്നത്, ഒരു ഷൈൻ വരാൻ വേണ്ടി. ഇവിടെ ഞാൻ യൂസ് ചെയ്തത് ലാക്മിൻ്റെ ഒരു കാജലാണ്. സ്മജ് പ്രൂഫ് ആക്കി കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യാണ്. ഒരു ബ്രഷ് വെച്ചിട്ട് സ്മജ് ചെയ്യുമ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ യൂസ് ചെയ്യുന്നത് മസ്കാര ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര മേബലിൻ്റെ മസ്കാര ആണ് കേട്ടോ.
മേബിളിൻ്റെ മസ്കാര ഇത്തിരി കോസ്റ്റ്ലി ആണ്, പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ആണ്. 24 hours വരെ അതേപോലെ നമ്മളെ ഹൈസിലുണ്ടാവും. റിമൂവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്തിട്ട് തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളെ ഹൈലാഷ് ഫെയിലായിട്ട് പോവും. അതുകൊണ്ടാണ് ഹൈബ്രോസൺ ലൈറ്റ് ആയിട്ട് ഞാൻ ഇവർ മസ്കാര ബ്രഷ് വെച്ചിട്ട് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസ്കാര ബ്രഷ് വെച്ചിട്ടാണ് കോമ്പ് ചെയ്യുമ്പോൾ ഇതൊന്ന് നാച്ചുറൽ ലുക്കിലാണ് കേട്ടോ കാണുന്നത്. ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലാക്മി 925 മാജിക് ബ്രൂമുള്ള ഈ ഒരു ഷെയ്ഡാണ്. ഇത് ലിപ്പ് ആൻഡ് ചീക്ക് ടീൻറ്റ് ആണ് കേട്ടോ. ലാക്മി 925 ലിപ്സ്റ്റിക് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ചോദിച്ചാൽ ഇത് 7 to 8 hours വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ನಾವು ಮೇಂಟೈನ್ ಮಾಡಿದರೆ ಬರುತ್ತಷ್ಟೇ. ಫೈನಲಿ ಮೇಕಪ್ ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ ലുക്ക് കാണാം. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെ എല്ലാവർക്കും ഈദ് മുബാറക്ക്. നിങ്ങളും എനിക്കും എൻ്റെ ഫാമിലിക്കും ദുവാ ചെയ്യണം. ഞാനും അങ്ങോട്ട് ദുവാ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരുടെ വീട്ടിലും ഗീ റൈസും ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാവല്ലേ. ബിരിയാണി ഹെവി ഫുഡാണ്, ഡൈജസ്റ്റ് ആവാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ എന്തെങ്കിലും സോഡ പോലത്തെ കൂൾ ഡ്രിങ്ക്സ് കുടിക്കണം എന്ന് ആഗ്രഹം വരും. ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് ഹണാണ്. അതിലും മിൻറ്റ് ലൈം ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഈ ജ്യൂസ് കുട്ടികൾക്ക് വരെ കൊടുക്കുക. ഹെൽത്തിയാണ്, ആൽക്കഹോൾ ഫ്രീ ആണ്. കൂടുതലായിട്ട് ഈ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാറുണ്ടോ. അപ്പൊ ഇന്ന് ഞാൻ സന്തോഷത്തോടെ കുട്ടികളെ കൂടെ ഫാമിലി ആയിട്ട് ഇന്ന് ഫുഡ് കഴിക്കാണ്. സോ കുട്ടികൾക്കും ഭയങ്കര ഹാപ്പിയാണ് നമ്മളൊക്കെ ഇങ്ങനെ കൂടി ഫുഡൊക്കെ കഴിക്കുമ്പോൾ. ഫാമിലി കൂടെയാണ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ബർക്കത്തൊക്കെ ഉണ്ടാകുന്നത്. ഇന്നത്തെ വീഡിയോസ് ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.